ആധുനിക ചരിത്രത്തിൽ 1913 പിന്നീട് 1923 മുസൽമാൻ വഖഫ് ആക്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് അതിനെ വ്യവസ്ഥപ്പെടുത്തി. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. 54 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആദ്യമായി ഒരു സമഗ്രമായ വഖഫ് ആക്ട് ഇന്ത്യയിൽ കൊണ്ടുവന്നു. ഏകദേശം 1995 വരെ ആ നിയമമായിരുന്നു ഇന്ത്യയിൽ പൊതുവായി അംഗീകരിക്കപ്പെട്ട വഖഫ് നിയമം. അതനുസരിച്ചുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് വഖഫ് ബോർഡ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോർഡും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഒരു വഖഫ് കൗൺസിലും ധാരാളം വഖഫ് ട്രിബ്യൂണലുകളും രൂപവൽക്കരിക്കപ്പെടുകയുണ്ടായി. ഇന്നും ഇന്ത്യയിൽ 32 വഖഫ് ബോർഡാണുള്ളത്, ഒരു വഖഫ് കൗൺസിലും ധാരാളം ട്രിബ്യൂണലുകളും. 2013 കേന്ദ്ര ഗവൺമെൻറ് ഇതിനും ഭേദഗതി കൊണ്ടുവന്നു. ഞാനിതിൻ്റെ ചരിത്രം പറയുന്നത്, ഇത്തരം ഭേദഗതികളോട് നിങ്ങൾ ആരെങ്കിലും ഇവിടെ മുതിർന്ന തലമുറ ഇരിക്കുന്നുണ്ടല്ലോ ഈ ആയിരങ്ങളിൽ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അന്ധമായി ഇത് മുസ്ലിം സമുദായത്തെ ഭരണകൂടം വേട്ടയാടുന്ന ഹിഡൻ അജണ്ടയുടെ ഭാഗമാണെന്ന് പറഞ്ഞ് ആരെങ്കിലും പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നോ? നാളിതുവരെ ഭരണകൂടങ്ങൾ നടത്തിയിരുന്ന ഇത്തരം ആമെൻമെൻറ്റുകൾ വഖഫ് നിലനിർത്താനായിരുന്നു. അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള ആമെൻമെൻറ്റിനോട് നമ്മളാരും മുഖം തിരിക്കുന്നില്ല. അതിൻ്റെ ബോഡി, അതിൻ്റെ കൗൺസിൽ, അതിൻ്റെ ഓർഗാനോഗ്രാം ഉണ്ടാകുമല്ലോ, അംഗങ്ങളുടെ എണ്ണം, അതിൻ്റെ പ്രാതിനിധ്യം. അത് വഖഫിൻ്റെ അന്തസത്തയോട്, അന്തസാരത്തോട്, പവിത്രതയോട് നീതി പാലിക്കുന്ന കാലത്തോളം നമ്മളാരും അതിനെ എതിർക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഉള്ളത്. ഒരു ഭീകര പ്രസ്ഥാനമാണ് വഖഫ് ബോർഡ്, അല്ലെങ്കിൽ ഒരു ഭീകര കൃത്യമാണ് വഖഫ് എന്നുള്ള പ്രചരണം നടക്കുന്നു. ലളിതമായ ഒരു കാര്യം. പക്ഷേ ഇതിൻ്റെ ഒരു മെച്ചം എന്താണെന്നറിയോ? ഫിലോസഫിയിൽ ഒരു ലോ ഉണ്ട്, പോസ്റ്റ് ഫാക്ടോ റീസണിങ് എന്ന് പറയും. എന്താണ് ഈ പോസ്റ്റ് ഫാക്ടോ റീസണിങ്? സംഭവിക്കരുതാത്ത ഒരു കാര്യം സംഭവിച്ചാൽ അത് പിന്നെ നല്ലതിനാണെന്ന് വരുത്തുക. പൊതുവെ ഒരു സമ്മേളനം കൂടുമ്പോൾ മഴ പെയ്യാതിരിക്കണം എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കാറുള്ളത്. ഇനി അങ്ങ് പെയ്തു എന്ന് കൂട്ടിക്കോ, അപ്പോൾ നമ്മൾ പറയും അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് പെയ്തത് എന്ന്. അതിനാണ് പോസ്റ്റ് ഫാക്ടോ റീസണിങ് എന്ന് പറയുക. ഫാക്റ്റ് ഉണ്ടായതിന് ശേഷം അതിനെ ന്യായവൽക്കരിക്കുക. അതേപോലെ ചിന്തിച്ചാൽ കേന്ദ്ര ഗവൺമെൻറ് വഖഫിനെ ഇങ്ങനെ ദേശീയ അന്തർദേശീയ ചർച്ചയാക്കി നിർത്തിയതിൻ്റെ ഫലമായി എന്താണ് വഖഫ് എന്ന് ഇന്ത്യ ഉടനീളം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സെക്കുലർ മീഡിയകളുടെ ചർച്ച അതാണ്. രാഷ്ട്രീയ നേതാക്കന്മാർ ChatGPTയും AI-യും ഉപയോഗിച്ചുകൊണ്ട്, വിക്കിപീഡിയ ഉപയോഗിച്ചുകൊണ്ട് വഖഫ് പഠിക്കുകയാണ്, അതിൻ്റെ കർമ്മശാസ്ത്രം പഠിക്കുകയാണ്. നാം മുസ്ലിം സമൂഹവും അത് പഠിക്കുകയാണ്. അങ്ങനെ ഒരു ഗുണം ഇത് കൊണ്ടുണ്ടായി. ഈ ഗുണങ്ങൾ പഠിച്ചപ്പോൾ പൊതുസമൂഹത്തിന്